ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. 5,70,000 കോടിയാണ് ഒരു മാസം കൊണ്ട് ഇല്ലാതായത്. ചിലപ്പം നിങ്ങൾ ഈ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാളായിരിക്കാം. പക്ഷെ ഈ അടുത്ത് നിങ്ങൾ എല്ലായിടത്തും കേട്ട ഒരു പേരാണ് IT സെക്ടർ. അപ്പൊ കഴിഞ്ഞ മാസത്തിൽ നിഫ്റ്റി ഐറ്റില് 20% ഇടിവ് നമ്മൾ കണ്ടു. ഇപ്പൊ 2008 ശേഷം ഏറ്റവും ബ്രൂട്ടൽ മന്ത്ലി ഡ്രോപ്പ് ആയിരുന്നു ഇത്. പക്ഷേ ഇവിടുത്തെ ശരിക്കുള്ള ചോദ്യം ഇതാണ്: ഇത് ശരിക്കും ഒരു സെക്ടർ ഡിസ്റപ്ഷൻ ആണോ, അതോ ഇവിടെ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നതാണോ, ഇത് ജസ്റ്റ് വേറെ ഒരു വാല്യുവേഷൻ റീസെറ്റ് ആണോ? അപ്പൊ നമുക്ക് കുറച്ച് നമ്പേഴ്സ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് റിയാലിറ്റി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിവിടെ കുറച്ചൊന്ന് പുറകോട്ടേക്ക് പോവാണ്, അതായത് പോസ്റ്റ് കോവിഡ് ഫേസിലേക്ക്. 2021-22 വരെ ഇപ്പൊ സെക്ടറിൽ വലിയൊരു റീ റേറ്റിംഗ് നമ്മൾ കണ്ടായിരുന്നു. ഹൈ പി, സ്ട്രോങ് റിട്ടേൺസ്, അതിൽ ഫുൾ ഒപ്റ്റിമിസം മോഡ്. അതിനുശേഷം ഇവിടെ കഥ മാറാനായിട്ട് തുടങ്ങി. ഗ്രോത്ത് നോർമലൈസ് ആയി, മൾട്ടിപ്പിൾസ് ചുരുങ്ങി. 2025 IT ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടറായി. 27 ഫെബ്രുവരി 2024 നിഫ്റ്റി IT 30,000 ക്ലോസ് ചെയ്തു. 2024 ലാസ്റ്റോടെ ഈ ഒരു ഇൻഡെക്സ് 46,000 റെക്കോർഡായി ടച്ച് ചെയ്തായിരുന്നു. അതായത് പീക്ക് ലെവലിൽ നിന്ന് ഏകദേശം 35% ഇടിഞ്ഞു. അപ്പൊ ഈ തവണ മാക്രോ സ്ലോഡൗൺ ഫിയർ മാത്രമല്ലായിരുന്നു, ഡിസ്ക്രിപ്ഷൻ ഇവിടെ പാർട്ടായി. ഇന്നിപ്പോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ആയിട്ട് ഒരു ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഒരു സൈഡിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ഷിഫ്റ്റ്സ് ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ട്, പ്രൈസിംഗ് പ്രഷറും എഫോർട്ട് കംപ്രഷനും വരാനുള്ള റിസ്ക്. ഇനിയിപ്പം വേറൊരു സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വാല്യുവേഷൻ റീസെറ്റ് നടക്കുന്നുണ്ട്. 2020-21 പ്രീമിയം മൾട്ടിപ്പിൾസിൽ ഇപ്പൊ ഒരു റിയാലിറ്റി ചെക്ക് നടക്കുവാണ്. പക്ഷേ ഇവിടുത്തെ ഒരു മെയിൻ ചോദ്യം വരുന്ന ഇതാണ്: ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ നടക്കുന്നത്, അതുപോലെ പിന്നെ ഇത് എങ്ങനെയാണ് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കുന്നത്? അപ്പം ഇതെല്ലാം ഇന്നത്തെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നമുക്ക് ആദ്യം വാല്യുവേഷൻ നമുക്ക് തുടങ്ങാം. 2021-22 ഫേസിൽ IT സെക്ടറിന്റെ വാല്യൂഷൻ നമ്പർ കുറച്ച് കൂടുതലായിരുന്നു. പി റേഷ്യോ 35x മുതൽ 39x വരെയാണ്. പ്രൈസ് ടു ബുക്ക് 11 to 12x അടുത്തായിരുന്നു. ഇവിടെ PG റേഷ്യോ ഡിസംബർ 2021 ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് 4x വരെ പോയി. അപ്പൊ ഇതിന്റെ അർത്ഥം സ്റ്റോക്കിന്റെ ഏർണിംഗ്സ് ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ സ്റ്റോക്കിന്റെ P 4 ഇരട്ടിയിലും കൂടുതലായിരുന്നു എന്നാണ്. അപ്പൊ ഇവിടുത്തെ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ 2017 മുതൽ 2020 ഫൈനാൻഷ്യൽ വരെ EPS ഗ്രോത്ത് ഏകദേശം 9% CAGR മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ കോവിഡ് സമയത്ത് എല്ലാ കമ്പനികൾക്കും ഡിജിറ്റൽ ആവാൻ വേണ്ടി അവർ നിർബന്ധിതമായി. അതുകൊണ്ട് തന്നെ IT കമ്പനികൾക്ക് പെട്ടെന്ന് തന്നെ വലിയ ഡിമാൻഡ് ഇവിടെ വന്നു. സോ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന IT ഗ്രോത്തും കോവിഡ് സമയമായപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇത് മാറി. അപ്പൊ ഇതോടെ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ പറയാൻ വേണ്ടി തുടങ്ങി, ഭാവിയിൽ എന്തായാലും IT സെക്ടർ കൂടുതൽ സ്ട്രോങ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഇവിടെ കമ്പനിക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരുന്ന ഫ്യൂച്ചർ പ്രൊജക്ട്സ് പെട്ടെന്ന് ഇവിടെ കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2021 TCSന്റെ ഓർഡർ ബുക്ക് 2,80,000 കോടിയായിരുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നു ഒരു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് 17% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഈവൻ കോവിഡിന് ശേഷം 28% എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ ഇവിടെ ഇൻഫോസിസിന് ഏകദേശം 1,30,000 കോടി മൂല്യമുള്ള ഡീൽ ഡിസ്കഷൻ സ്റ്റേജിലുണ്ട്. അപ്പൊ ഇത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2018 മുതൽ 2021 IT കമ്പനീസ് പെട്ടെന്ന് വളർന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വിചാരിച്ചു ഈ ഒരു ഗ്രോത്ത് എന്തായാലും ഫ്യൂച്ചറിൽ സെയിം ആയിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം. സോ ഇതിന്റെ പ്രശ്നം എന്തായിരുന്നു? ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന കരുതിയ ഗ്രോത്ത് ഓൾറെഡി സ്റ്റോക്ക് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. എന്നാൽ ഇവിടെ 2022-23 ഗ്രോത്ത് നോർമലൈസ് ആയപ്പോൾ P ഇവിടെ കുറഞ്ഞു. ഇപ്പൊ നിഫ്റ്റി ആയിട്ട് വെയിറ്റഡ് EPS ഗ്രോത്ത് 1% പോലും ഇല്ല. അതായത് കമ്പനികളുടെ പ്രോഫിറ്റ് വളരെ വീക്ക് ആയിരുന്നു. എന്നാൽ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് വലിയ ഗ്രോത്ത് ഇവിടെ എക്സ്പെക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ IT സ്റ്റോക്സ് ജാനുവരി 2022 മുതൽ 23 പകുതി വരെ ഏകദേശം 35% ഇടിഞ്ഞു. അപ്പൊ ഇതൊരു നോർമൽ ക്രാഷ് അല്ല, ഓവർ വാല്യൂഷൻ കറക്റ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഫെബ്രുവരി 2026 ആയപ്പോഴേക്കും നിഫ്റ്റി ആയിട്ട് P അറൌണ്ട് 21 ആയിരുന്നു. അതേസമയത്ത് 5-year മീഡിയൻ 28 ആയിരുന്നു. അതായത് ഏകദേശം 25% ഡിസ്കൗണ്ട്. അപ്പൊ ഇതുപോലെ ഒരു ലോ വാല്യൂഷൻ കോവിഡ് ടൈമിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്: ഈ ഒരു IT സ്ലോ ഡൗണും വാല്യൂഷൻ ഡ്രോപ്പ് എല്ലാം എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത്? അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ കാര്യം വരുന്നത് US ആണ് ഇന്ത്യൻ IT കമ്പനിയുടെ മെയിൻ ക്ലയന്റ് മാർക്കറ്റ്. ഇപ്പം നമുക്കൊരു ഭയമുണ്ട് US കമ്പനീസ് IT സ്പെൻഡിങ് കുറയ്ക്കും എന്നുള്ളത്. പിന്നെ ഗ്ലോബൽ കമ്പനീസ് പറഞ്ഞു ഫ്യൂച്ചർ ഗ്രോത്ത് സ്ലോ ആയിരിക്കും എന്നുള്ള കാര്യം കൂടും. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പെക്ടേഷൻ ഇവിടെ കുറഞ്ഞു. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി, US കമ്പനികൾ സ്പെൻഡിങ് കുറച്ചാൽ ഇന്ത്യൻ IT കമ്പനികളെ അത് ബാധിക്കാന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം ഇന്ത്യൻ ITയിലൂടെ വന്നു. അപ്പൊ ഇവിടെ മാർജിനിലും പ്രഷറായി. എബിറ്റ മാർജിൻ 27 മുതൽ 28% 22 മുതൽ 23% സോണിലേക്ക് ഇടിഞ്ഞു. സാലറി കോസ്റ്റ് റവന്യൂവിനേക്കാളും വേഗത്തിൽ ഇവിടെ വളർന്നു. ഇപ്പം ആണെങ്കിൽ നമുക്കൊരു പുതിയ പ്രോബ്ലം കൂടി വന്നു, AI. വന്നപ്പോൾ ഗ്രോത്ത് സ്ലോ ആവുന്നുള്ള ഭയം മാത്രമല്ല ഇവിടെ വന്നത്, മൊത്തം ബിസിനസ് മോഡൽ മാറും എന്നുള്ളൊരു ഡൗട്ടും കൂടി വന്നു. ഇപ്പൊ ട്രഡീഷണൽ IT മോഡലിൽ കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ റവന്യൂ എന്നാണ്. എന്നാൽ ഇപ്പൊ AI വന്നപ്പോൾ കുറവ് ആളുകളാണെങ്കിൽ പെട്ടെന്ന് വർക്ക് നടക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ റവന്യൂ മോഡൽ മാറാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു ഇടിവ് ഒരു സിംഗിൾ റീസൺ കൊണ്ട് മാത്രമല്ല, 3 റീസൺസ് ഇതിനുണ്ട്. വാല്യുവേഷൻ റീസൺ, ഗ്രോത്ത് നോർമലൈസ് ആയത്, അതുപോലെ തന്നെ AI അൺസർട്ടനിറ്റി. അതുകൊണ്ട് തന്നെ സെയിം ടൈമിൽ പല പ്രഷർ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കാം.
IT സെക്ടറിൽ സൈഡ് വേസ് മൂവ്മെന്റ് നോർമലാണ്. അതിന് നമ്മൾ കൺസോൾട്ടേഷൻ എന്ന് പറയും. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2001 .com ക്രാഷിന് ശേഷം IT കമ്പനീസ് ഓൾമോസ്റ്റ് 2 വർഷത്തോളം സൈഡ് വേസ് ആയിരുന്നു. അതിനുശേഷം ബ്രേക്ക്ഔട്ട് ഇവിടെ നൽകി. 2010 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് കഴിഞ്ഞതിന് ശേഷം IT സെക്ടർ 3-4 വർഷത്തേക്ക് സൈഡ് വേസ് ആയിട്ട് നിന്നു. അതിനുശേഷമാണ് ഒരു സ്ട്രോങ് ഗ്രോത്ത് ഫേസിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത റാലി ഇവിടെ തുടങ്ങിയത്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ കറക്ഷന് ശേഷവും ഒരു ഇൻസ്റ്റന്റ് കംബാക്ക് ഉണ്ടാവണം എന്ന് ഇവിടെ നിർബന്ധമില്ല. ചിലപ്പോൾ മാർക്കറ്റ് കുറച്ച് ടൈം എടുത്തിട്ടാവും ഇവിടെ തിരിച്ചു വരുന്നത്. ഇവിടെ നമുക്ക് നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, സ്റ്റോക്ക് ഇപ്പോൾ ഒരു 30 മുതൽ 40% ഒക്കെ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വാങ്ങാലോ എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇത് വളരെ അപകടകരമായിട്ടുള്ള അസംഷൻ ആണെന്നുള്ളത് നിങ്ങളിവിടെ മനസ്സിലാക്കണം. ഇവിടുത്തെ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ പ്രൈസ് കുറഞ്ഞാൽ ചീപ്പ് ആയല്ലോ എന്നല്ല അതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം പ്രൈസ് കുറഞ്ഞെന്ന് പറയുമ്പോൾ ഗ്രോത്ത് വീക്ക് ആയിരിക്കാം, സെക്ടറിൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാവാം, ലോങ് ടേം ഡാമേജ് എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ ആദ്യം നിഫ്റ്റി റിയൽറ്റി. അപ്പൊ ഇതൊരു ടെക്സ്റ്റ് ബുക്ക് കേസാണ്. 2008 പീക്കിൽ നിന്ന്, അതായത് 1878 നിന്ന് ഇൻഡെക്സ് 168 ഇടിഞ്ഞു. ഓൾമോസ്റ്റ് 90% ഇടിഞ്ഞു. ഇപ്പം ഫെബ്രുവരിയിലെ ഇൻഡെക്സ് 800 ഇപ്പൊ ഇതെന്ന് പറഞ്ഞ് 2008 പീക്കിൽ നിന്ന് ഏകദേശം 57% ഇപ്പോഴും ഡൗൺ ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഓൾമോസ്റ്റ് 15 വർഷത്തിലധികം കഴിഞ്ഞിട്ട് പോലും പഴയ ഒരു ഹൈ ലെവലിലേക്ക് ഇവിടെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇവിടെ ഈവൻ 18 വർഷം കഴിഞ്ഞിട്ട് പോലും പഴയ ലെവലിലേക്ക് വന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക് ആണ്. അപ്പൊ മുന്നത്തെ പീക്ക് ലെവൽ ക്രോസ് ചെയ്യാനായിട്ട് ഈ ഒരു സെക്ടറിന് ഓൾമോസ്റ്റ് 7 വർഷം എടുത്തു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പലതവണ സെക്ടർ ചീപ്പ് പോലെ തോന്നി. പക്ഷെ ബാലൻസ് ഷീറ്റ് ഇംപ്രൂവ് ആവുന്നവരെയും ക്രെഡിറ്റ് സൈക്കിൾ പോസിറ്റീവ് ആവുന്നവരെയും മാർക്കറ്റ് അതിന് റിവാർഡ് നൽകിയിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണ്? ഒരു സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞു എന്ന് വിചാരിച്ച് അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആവണമെന്ന് ഒരു നിർബന്ധം ഇവിടെ ഇല്ല. പ്രൈസും ആക്ച്വൽ വാല്യൂ രണ്ട് ഡിഫറെന്റ് കാര്യമാണ് ഇവിടെ. നമ്മളിപ്പം IT അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ടറിലേക്ക് കയറും മുമ്പ് എത്ര പെർസെന്റേജ് ഇടിഞ്ഞു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ചീപ്പായിട്ട് കാണുന്നതും ജെനുവലി അണ്ടർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്നതും രണ്ട് ഡിഫറെന്റ് സ്റ്റോറി ആണെന്നുള്ളത് നിങ്ങളോട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നമ്മൾ എടുത്ത് ചാടുന്നതിന് മുമ്പ് കമ്പനി മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ഇൻഡസ്ട്രി മൊത്തമായിട്ട് നമ്മൾ ഇവിടെ നോക്കണം. ഇപ്പൊ 2025 ഗ്ലോബൽ IT മാർക്കറ്റ് ഏകദേശം 850 ലക്ഷം കോടിയാണ് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിൽ ഇന്ത്യൻ IT മാർക്കറ്റ് എന്ന് പറഞ്ഞ് ചെറിയൊരു പോർഷൻ മാത്രമാണ്. ഏകദേശം 27 ലക്ഷം കോടി. അപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് 50% ഷെയറും സർവീസിൽ നിന്നാണ് വരുന്നത്. ബാക്കി വരുന്നതാണ് BPM, സോഫ്റ്റ്വെയർ, അതുപോലെ പലതും. ഇനി നമുക്ക് സെപ്പറേറ്റ്ലി നമുക്കൊന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം 35 ലക്ഷം കോടിയാണ്. അതേസമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് 2 ലക്ഷം കോടി മാത്രമാണ്, അതായത് ഏകദേശം ഒരു 6% മാത്രം. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ത്യയുടെ ഗ്രോത്ത് പ്രൊജക്ഷൻ 38% CAGR ആണ്. അതിൽ അടുത്ത 7 വർഷത്തിൽ ഇത് 29 മുതൽ 30 ലക്ഷം കോടി എത്താം. ഇന്ത്യൻ IT നമുക്ക് 4 ബക്കറ്റ് വെച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തെ ലാർജ് ക്യാപ് IT ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ TCS, ഇൻഫോസിസ്, HCL ടെക്, അതുപോലെ വിപ്രോ ഒക്കെ. ഈ ഒരു IT കമ്പനീസ് ഒക്കെ വലിയ സൈസ് ഉള്ളതാണ്, സ്റ്റേബിൾ ബിസിനസ് ആണ്, ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്, അതുപോലെ ഡൈവേഴ്സിഫൈഡും ആണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യുവേഷൻ ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ സെക്ടറിന്റെ മീഡിയൻ PE വരുന്നത് അറൌണ്ട് 18x ആണ്. അതുപോലെ PG റേഷ്യോ 2.6x മേലെയാണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് ഗ്രോത്ത് ഏകദേശം 10% മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ വാല്യൂഷൻ കുറച്ച് സ്ട്രെച്ച് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിഫ്റ്റി ITയുടെ 68% വെയിറ്റേജും ജസ്റ്റ് ടോപ്പ് 3 കമ്പനികളിലേക്ക് കോൺസെൻട്രേറ്റ് ആണ്. സോ ഇവിടെ US കമ്പനീസ് IT സ്പെൻഡിങ് കുറയ്ക്കുമ്പോൾ ആദ്യം ബാധിക്കുന്നത് ഈ ഒരു വലിയ പ്ലേയേഴ്സിനെ തന്നെയായിരിക്കും. പിന്നെ ഓട്ടോമേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ വർക്ക് ഫാസ്റ്റ് ആവിടെ, ക്ലയന്റ് പേ ചെയ്യുന്നത് ഇവിടെ കുറയും. അപ്പൊ ഇവിടെ ഏറ്റവും അധികം പ്രൈസിംഗ് പ്രഷറും ഈ വലിയ കമ്പനികൾ തന്നെയായിരിക്കും കൂടുതൽ ഇവിടെ വരുന്നത്. ഇനി അടുത്ത് വരുന്നത് ER&D അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർവീസസ്. ഇതിൽ വരുന്നതാണ് L&T ടെക്നോളജി സർവീസസ്, ടാറ്റ LXE, KPIT ടെക്നോളജീസ്, അതിൽ സയൻറ്റും. അപ്പൊ ഈ ഒരു കമ്പനികൾക്കെല്ലാം എഞ്ചിനീയറിംഗ് ഡിസൈൻ, ഓട്ടോമോട്ടീവ് സോഫ്റ്റ്വെയർ, എയറോസ്പേസ്, R&D പോലത്തെ ഏരിയാസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി സെക്ടേഴ്സിലേക്കുള്ള അവരുടെ ഡിപ്പെൻഡൻസ് ഇവിടെ കൂടുതലാണ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടോ സെയിൽ അല്ലെങ്കിൽ EV കാപ്പെക്സിൽ സ്ലോ ഡൗൺ ഇവരെ നല്ല രീതിയിൽ ബാധിക്കാം. ഇവിടെ 2023 മുതൽ 2030 ഇടയ്ക്കായിട്ട് ഗ്ലോബൽ ER&D സ്പെൻഡിങ് 8 മുതൽ 9% CAGR വളരും എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതുപോലെ നാസ്കോം BCG പ്രകാരം ഗ്ലോബൽ ER&Dയിൽ ഇന്ത്യയുടെ ഷെയർ 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും അറൌണ്ട് 22% എത്താം. അത് കഴിഞ്ഞ് വരുന്നതാണ് മിഡ് ക്യാപ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ് IT. അപ്പൊ ഇതിൽ വരുന്നതാണ് പെർസിസ്റ്റന്റ് സിസ്റ്റം, കോഫോർജ്, എംഫോസിസ്, അതുപോലെ ബിർല സോഫ്റ്റും. അപ്പൊ ഇവരെല്ലാ സർവീസും ചെയ്യുന്നവരല്ല, ഇവർ ചില സ്പെസിഫിക് ഏരിയാസിൽ സ്ട്രോങ് ആണ്. അപ്പൊ ഇവർ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡിജിറ്റൽ എഞ്ചിനീയറിംഗ്, ക്ലൗഡ് സർവീസസ്, ഡേറ്റ അല്ലെങ്കിൽ അനലിറ്റിക്സ്, അതുപോലെ സ്പെസിഫിക് വെർട്ടിക്കൽ ഡോമിനൻസിലാണ്. ഇനി ലാസ്റ്റ് വൺ വരുന്ന പ്രൊഡക്റ്റ് ലെഗ് അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പൊ ഇതിൽ വരുന്നതാണ് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ, ഇന്റലക്ട് ഡിസൈൻ അരേന, അതുപോലെ ന്യൂജൻ സോഫ്റ്റ്വെയർ. അപ്പൊ ഇത് ട്രഡീഷണൽ സർവീസ് സെല്ലിംഗ് കമ്പനീസ് അല്ല. ഇവരുടെ മോഡൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ IP ഡ്രിവൺ ആണ്. പക്ഷേ പ്രൊഡക്റ്റ് സൈക്കിൾ റിസ്ക്, അതുപോലെ റിന്യൂവബിൾ ഡിപ്പെൻഡൻസിയും ഇവർക്ക് കൂടുതലാണ്. ഇനി ഇവിടെ വരുന്ന അടുത്തൊരു ചോദ്യം ഇതാണ്, എത്രത്തോളം നമ്മുടെ IT ബിസിനസിന് ബുദ്ധിമുട്ടിക്കും എന്നുള്ള കാര്യം. ഇന്ത്യയുടെ $200 ബില്യൺ IT എക്സ്പോർട്ട് മോഡൽ സക്സസ് ആയത് ലോ കോസ്റ്റ് ഹൈ സ്കിൽ ഡെവലപ്പേഴ്സ് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗ്ലോബൽ ക്ലയൻസ് അട്രാക്റ്റഡ് ആയത്.
ഇപ്പൊ എ വന്നപ്പോൾ വർക്ക് ചെയ്യാനുള്ള എക്സ്ട്രാ കോസ്റ്റ് ഇവിടെ വളരെ കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ട്രഡീഷണൽ IT ബിസിനസ് മോഡൽ മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് റിസർച്ച് പറയുന്നത് ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് യൂസ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ടാസ്ക് 55% വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പം പകുതി സമയം കൊണ്ട് ക്ലയൻസിന് സെയിം ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന റിസ്ക് പ്രൈസിംഗ് പ്രഷർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പെർ പ്രൊജക്ടിന് ലഭിക്കുന്ന റവന്യൂ ഇവിടെ കുറയും. ഇപ്പൊ ഗോൾഡ്മാൻ സാക്സ് റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നത് ജനറേറ്റീവ് എക്ക് നിലവിൽ വർക്കിന്റെ 25% വരെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം IT ഇല്ലാതാവും എന്നല്ല, പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലേബർ ടു ഔട്ട്പുട്ട് ഇക്വേഷൻ ഇവിടെ മാറും. സോ ഇതാണ് ഇന്ത്യൻ ITയുടെ മെയിൻ മോഡൽ. ഇവിടുത്തെ ത്രെട്ട് എന്താണ്? IT കമ്പനികൾക്ക് റിസ്ക് ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല പല സൈഡിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ മുന്നേ IT വർക്ക് ഇന്ത്യയിൽ ഔട്ട്സോഴ്സ് ചെയ്യും. ഇപ്പം ടൂൾ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഔട്ട്സോഴ്സിംഗ് ഡിമാൻഡ് ഇവിടെ കുറയുന്നുണ്ട്. അപ്പൊ ഹൈപ്പർ സ്കെയിലേഴ്സ് റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ കമ്പനികളെല്ലാം ബേസ്ഡ് ആണ്. അപ്പൊ അവർക്കെല്ലാം ചെറിയ ടീംസ് മാത്രമാണ്. ഇത് കാരണം ഇവിടെ കോമ്പറ്റീഷൻ കൂടും. എന്നാലും ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്. MIT റിലീസ് ചെയ്ത ചില റിസർച്ച് സജസ്റ്റ് ചെയ്യുന്ന ജെൻ AI എന്റർപ്രൈസ് പ്രൊജക്ട്സിന്റെ ഏകദേശം 95% ഇതുവരെ പ്രോഫിറ്റ്സ് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ കോസ്റ്റ് സേവ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. ആക്ച്വലി ഇപ്പം 42% കമ്പനീസ് ഇനീഷ്യേറ്റീവ്സ് ഓൾമോസ്റ്റ് നിർത്തിയിട്ടുണ്ട്. കാരണം ഡേറ്റ ക്വാളിറ്റി ഇഷ്യൂ, കംപ്ലൈൻസ് ഇഷ്യൂ, അതുപോലെ ഇന്റഗ്രേഷൻ പ്രോബ്ലംസ് കൊണ്ടൊക്കെ. ഇപ്പം ഇന്ത്യൻ IT സെക്ടറിലുള്ള ഒരു മെയിൻ കൺഫ്യൂഷൻ ഇതാണ്. അടുത്ത 2-3 വർഷം ജോലി പോകുമെന്നുള്ളതല്ല ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. കമ്പനികൾക്ക് പണം ഏൺ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ്. പക്ഷെ ഇവിടെ ഒരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ നടക്കുന്ന റീറൈറ്റിംഗ് അല്ലെങ്കിൽ കറക്ഷൻ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണോ, അല്ലെങ്കിൽ വന്ന ഇൻഡസ്ട്രി തന്നെ ഇവിടെ മാറാൻ വേണ്ടി തുടങ്ങുമോ? ഇപ്പൊ നെക്സ്റ്റ് ഫേസ് വന്ന കമ്പനീസ് ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാനായിട്ട്, പ്രൊപ്പറേറ്ററി ഡേറ്റ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അക്വിസിഷൻ ചെയ്യാൻ, ഇൻഫ്രാ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇവിടെ കുറയും. അപ്പൊ നിങ്ങളിപ്പം ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ HCL പ്രോഫിറ്റിന്റെ 9.5% R&Dയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് ബാക്കി എല്ലാ കമ്പനികളും 5% താഴെ മാത്രമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഗ്ലോബൽ ജെൻസ് ലൈക്ക് ആക്സെഞ്ചർ അല്ലെങ്കിൽ IBM ആയിട്ട് നമ്മൾ കമ്പയർ ആക്കിയാൽ അവരുടെ R&D സ്പെൻഡിങ് നല്ല രീതിയിൽ കൂടുതലാണ്. അത് നമ്പേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ ഒരു കമ്പനികളുടെ മെയിൻ ഫോക്കസ് R&Dയിലേക്കല്ല, വേറെ പലതിലേക്കുമാണ്. ഇപ്പൊ 2017 തൊട്ട് ഇന്ന് വരെ നമ്മൾ നോക്കുവാണെങ്കിൽ TCSൽ നോക്കുവാണെങ്കിൽ 83,000 കോടിയിലധികം മൂല്യമുള്ള ബൈബാക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസും 9,300 കോടിയുടെ ബൈബാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 18,000 കോടിയുടെ ബൈബാക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പോളിസി എന്ന് പറയുന്നത് അവരുടെ ഫ്രീ ക്യാഷ് ഫ്ലോയുടെ 85% ഡിവിഡൻഡ് അല്ലെങ്കിൽ ബൈബാക്കിന്റെ ഫോമിൽ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ നിഫ്റ്റി IT കമ്പനികളുടെ മീഡിയൻ പേ ഔട്ട് റേഷ്യോ അറൌണ്ട് 65%. ഇനി അടുത്തൊരു ചോദ്യം ഇവിടെ വരുന്ന ഇതാണ്. ഇപ്പം വന്ന ഡെലിവറി മോഡൽ തന്നെ മാറുമ്പോൾ കമ്പനി പൈസ ഡിവിഡൻഡ് അല്ലെങ്കിൽ ബൈബാക്കിന്റെ ഫോമിൽ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ അത് ബിസിനസ്സിലേക്ക് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണോ? ഇപ്പം ഈ ഒരു യുഗത്തില് നമ്മൾ ജയിക്കണമെങ്കിൽ മാർജിൻ കുറയ്ക്കാനായിട്ട് നമ്മൾ റെഡി ആവണം. എംപ്ലോയീസ് നമ്മൾ അപ്സ്കില്ല് ചെയ്യണം. ഓൺ പ്ലാറ്റ്ഫോം നമ്മൾ ബിൽഡ് ചെയ്യണം. അക്വിസിഷൻ നമ്മൾ ചെയ്യണം. അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പം ഇതിന് വേറൊരു സ്ട്രോങ് ഓപ്പോസിറ്റ് വ്യൂ ഇവിടെയുണ്ട്. ഇപ്പം വിപ്രോ 9,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് അവർ ചെയ്തിട്ടുണ്ട്. അതിൽ 2 ലക്ഷം എംപ്ലോയീസിനെ അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇൻഫോസിസ് ടോപ്പാസിന്റെ കീഴിൽ 50,000-ലധികം റീയൂസബിൾ സർവീസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇനിയാണ് ഇവിടുത്തെ ശരിക്കുള്ള ചോദ്യം വരുന്നത്. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. ഇന്ത്യൻ IT കമ്പനി നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട സെക്ടർ അല്ല. പക്ഷെ ഇപ്പൊ പ്രൈസ് കുറഞ്ഞെന്ന് പറഞ്ഞു മാത്രം നമ്മൾ കണ്ണുമൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ ചരിത്രം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ IT കമ്പനികൾ ഓൾറെഡി സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ Y2K, .com ക്രാഷ്, ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതിൽ കോവിഡ് സമയത്തൊക്കെ അവർ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ IT കമ്പനി നിലച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവർ സർവൈവ് ചെയ്യണമെങ്കിൽ അവർ അഡാപ്റ്റ് ചെയ്യണം. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള അടുത്ത 10 വർഷം ഇവിടെ ഡിഫറെന്റ് ആയിരിക്കും. ഇവിടുത്തെ പോയിന്റ് സിമ്പിൾ ആണ്. ഇന്ത്യൻ IT കമ്പനി ഇൻവെസ്റ്റേഴ്സിന് കൺഫ്യൂസിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെലക്ടഡ് കമ്പനീസ് നമ്മൾ ചൂസ് ചെയ്യണം. ഇമ്പാക്ട് കുറവുള്ളത് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യുന്ന കമ്പനികൾ നമ്മൾ നോക്കണം. സോ ഈ ഇൻവെസ്റ്റർ നിലയിൽ ഡോണ്ട് ബി എ മാൻ വിത്ത് ഹാമർ. അതായത് പ്രൈസ് കുറഞ്ഞല്ലോ എന്ന് ഓർത്ത് മാത്രം നിങ്ങൾ വാങ്ങരുത്. പകരം നിങ്ങൾക്ക് ഒരു പ്ലാൻ വേണം. അപ്പൊ അടുത്ത 1 അല്ലെങ്കിൽ 2 ക്വാർട്ടറിലെ IT സെക്ടറിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഏതൊക്കെ കമ്പനികളാണ് അഡ്വാൻറ്റേജ് എടുത്തിട്ട് മാറുന്നെന്നുള്ളത് നിങ്ങൾ നോക്കുക. കാരണം മുന്നേ IT കമ്പനികൾ സർവീസ് മോഡലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ വന്നപ്പോൾ കമ്പനീസ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചുപേര് മാത്രമേ ഇതിൽ വിജയിക്കുള്ളൂ. ഇവിടെ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ട എന്താണ്? കമ്പനിയുടെ ടോട്ടൽ റവന്യൂല് നിന്ന് എത്ര പൈസ വരുന്നുണ്ടെന്നുള്ളത് നോക്കുക. പിന്നെ ഫ്യൂച്ചർ പ്രോജക്ട് ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ ആക്ച്വൽ പ്രോജക്ട്സ് ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെക് മഹേന്ദ്ര 2025 ഏപ്രിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞത് റവന്യൂ ഡിക്ലൈൻ ആവുള്ള മെയിൻ റീസൺ പ്രൊജക്ട് ഡിലേ ആയിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് വലിയ ഹൈടെക് ക്ലയൻസിൽ നിന്ന്. അപ്പൊ ഇതിന്റെ ഒപ്പം ബേസിക് ഹൈജീൻ മെട്രിക്സ് മാറ്റർ ചെയ്യും. അതായത് റവന്യൂ പെർ എംപ്ലോയി, അട്രീഷൻ റേറ്റ് ഒക്കെ. ഇപ്പം HCL ടെക്നോളജീസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റവന്യൂ പെർ എംപ്ലോയി മൾട്ടിപ്പിൾ 1.7x ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എംപ്ലോയീസ് ഇവിടെ കൂടുന്നുണ്ട്, പക്ഷെ റവന്യൂ സെയിം സ്പീഡിൽ കൂടുന്നില്ല എന്നാണ്. അപ്പൊ ഇതൊരു പാനിക് സിഗ്നൽ അല്ല, പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു ഇൻഡിക്കേറ്റർ ആണിത്.
ഇവിടെ ആർക്കൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലയോ അവരൊക്കെ നല്ല ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആയിട്ട് മാറും. സോ ഇവിടെ പേഷ്യൻസ് ഒരു പാസീവ് സ്ട്രാറ്റജി അല്ല, ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ റാഷണൽ സ്ട്രാറ്റജിയാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ അനാലിസിസ്. അപ്പം IT സെക്ടറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും അതുപോലെ IT സെക്ടറിൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.